വീഡിയോ ചെയ്യുന്നത് ഒരുപാട് വിഷമത്തോടു കൂടിയാണ്. കേരളത്തിലെ ഓരോ ആനപ്രാന്തന്മാരുടെയും നെഞ്ചിൽ കടാര കുത്തിയർക്കിയ വേദന ഉണ്ടായിരിക്കുന്ന ഒരു ദിവസമാണ് നമ്മളുടെ മംഗലാംകുന്ന് അയ്യപ്പനാന നമ്മളെ വിട്ടുപോയി. ആനയുടെ രോഗകാരണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ആനയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം. പാതരോഗമായിരുന്നു ആനയ്ക്ക്. ആന ഭക്ഷണം എടുക്കാതെ കിടപ്പിലായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ആനയുടെ വേർപാട് നമുക്ക് തീരാ നഷ്ടം തന്നെയാണ്. നമ്മുടെ കർണനാന ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു നമുക്ക് അയ്യപ്പനാനയും. അങ്ങനെ നമ്മുടെ കേരളത്തിലെ ഓരോ വലിയ വലിയ നല്ല ആനകൾ നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ അത് വേറെ തന്നെയായിരിക്കും. അത് ആനയെ സ്നേഹിക്കുന്നവരെയൊക്കെ അറിയുള്ളൂ. ആനയുടെ കാര്യങ്ങൾ അറിയുന്നവർക്കേ അറിയുള്ളൂ. പലരും പല ന്യൂസുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വിടും. പക്ഷേ ആനയെ അറിയുന്ന ആനക്കാരെ അറിയുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു തീരാ നഷ്ടം നമ്മുടെ കേരളത്തിന്, നമ്മളുടെ ആനപ്രേമികൾക്ക്, ആനയെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ കർണൻ എന്നേക്കുമായിട്ട് പോയ അതേ വഴിക്ക് തന്നെ നമ്മുടെ അയ്യപ്പനും യാത്രയായി. ചേട്ടനനിയനും ഇനി നമുക്ക് ഓർമ്മകൾ മാത്രമായി. അപ്പോൾ അയ്യപ്പൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അയ്യപ്പനാനയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചങ്കൂറ്റുള്ള ആന വേറെ ഒരിത്തില്ലെന്ന് പറയാം. എല്ലാവരും പറയണ അതേ കാരണങ്ങൾ തന്നെ. അതായത് ഇപ്പോൾ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുള്ള, ഇപ്പോൾ ഒരു വണ്ടി ഇടിക്കാൻ വരികയാണ്, എൻ്റെ പാപ്പാനെ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആന അവിടെ ചങ്ക് പിരിച്ച് എന്താ പറയുക നെഞ്ചു പിരിച്ച് നിൽക്കും, വന്നിരിക്കട എന്നുള്ള മൂടി. അത്രയും ചങ്കൂറ്റുള്ള ഒരു ആൺപിറവ് തന്നെയായിരുന്നു നമ്മുടെ അയ്യപ്പനാനയുടെ. അതെല്ലാവർക്കും അറിയാം. അയ്യപ്പനാന എന്ന് പറഞ്ഞെങ്കിൽ അതൊരു വേറൊരു വികാരം തന്നെ. നമ്മുടെ കർണൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മംഗലാംകുന്ന് അയ്യപ്പനാനയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ. പക്ഷെ കർണൻ വേറൊരു ലെവലായിരുന്നു, അയ്യപ്പനാന വേറെ ലെവലായിരുന്നു. പക്ഷെ ആ ഒരു ചങ്കൂറ്റം എന്താ പറയുക നെഞ്ചിലുണ്ടാകുന്ന ഒരു ആന തന്നെയായിരുന്നു നമ്മുടെ അയ്യപ്പനാന എന്ന് പറഞ്ഞെങ്കിൽ. പിന്നെ എന്താ പറയുക, ഓരോ കാരണങ്ങളും ആനകൾക്ക് വരുന്ന രോഗങ്ങളും അതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും നമുക്ക് ആരും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ആനയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവർക്കും അതിൻ്റേതായ വിധി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. നമുക്കിപ്പോൾ മനുഷ്യർക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും ഒരു വിധി, അതായത് ആ സമയം വരുമ്പോൾ നമ്മൾ പോയേ പറ്റുള്ളൂ. പക്ഷേ തീരാ നഷ്ടങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ആനപ്രേമികളും ഓരോ ഉത്സവത്തിന് ഓരോ ആനകൾ വരുമ്പോൾ നമുക്ക് ഓർമ്മകൾ വരുന്ന കർണനാന, നമ്മുടെ ചുള്ളിപ്പറമ്പിലാന, ഇപ്പോൾ അയ്യപ്പനാന, അങ്ങനെ ഒരുപാട് ആനകൾ നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ പൂരങ്ങൾക്കും നമ്മൾ ഇവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂരത്തിന് തന്നെ പോണത് ഈ ആനകളെ കാണാൻ വേണ്ടിയിട്ട്. ആനപ്രേമികൾക്ക് അതാണല്ലോ വലുത്. ആനകളെ കാണണം, ആനപ്പാപ്പന്മാരായിട്ട് സൗഹൃദം ഉണ്ടാക്കണം. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഓരോരുത്തർക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും വിഷമം നേരിടും. കാരണം വെച്ചാൽ അത് കണ്ടു നിൽക്കുന്ന ആളുകൾക്കാണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ആനേനെ കാണാൻ പോകാനായിട്ട് യാതൊരു നിർവാഹമില്ല. ആനയുടെ കാര്യങ്ങൾ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് നമ്മളും. പക്ഷേ എന്താ ചെയ്യുക, കാരണങ്ങളൊക്കെ പല കാര്യങ്ങളിൽ നിൽക്കുകയാണ്. ഇനി നമ്മുടെ എന്താ പറയുക, ഇങ്ങനൊരു ആന ഒരു പിറവി എടുക്കും എന്നുള്ളത് നമുക്ക് സംശയം തന്നെയാണ്. കർണനാണെങ്കിലും അയ്യപ്പനാണെങ്കിലും ചുള്ളിയാണെങ്കിലും എത്ര എണ്ണം പറഞ്ഞ ആനകൾ നമ്മളെ വിട്ടുപോയി. ഇവർക്കൊന്നും പകരമാവാനായിട്ട് വേറെ ആനകൾക്കാർക്കും പറ്റില്ല.
അതും പറയാൻ പറ്റില്ല. അവൻ്റെ കാര്യം പറഞ്ഞ സങ്കടം വരും. സാറിന്റെ പഴയ ഗ്യാങ് ആയിരിക്കും അല്ലേ? അതെ. എന്തായിരുന്നു ഗ്യാങ്ങിന്റെ പേര്? ഈ ഗ്യാങ്